അപ്പൊ നമുക്ക് പഴുതെന്ന സിനിമയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോ സാറ് ഈ സിനിമയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പോ എന്താ സ്റ്റാലിൻ അലക്സാണ്ടർ അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്ന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1 ഇയറിന് മുമ്പ് തുടങ്ങിയ ആലോചന ഇപ്പോ അത് പൂർത്തീകരിച്ച് ജനുവരി മാസം തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഞങ്ങള്. അപ്പോ ഇവർ രണ്ടുപേരും നീള ആൻഡ് രജൻ, അതെ, ഇവർ രണ്ടും നമ്മുടെ ഹീറോയിൻ അല്ല, ബാക്ക് ബോൺ ഓഫ് പഴുത് എന്നൊക്കെ നമുക്ക് പറയാം. മെയിൻ ബോൺ ഓഫ് പഴുതല്ലേ രണ്ടുപേരും. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ വന്നത് അത് തികച്ചും ആകസ്മികം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എനിക്ക് പരിചയമുള്ള ഒരാൾ വഴി ഈ ഫിലിമിനെ കുറിച്ച് അറിയുകയും അങ്ങനെ അവരെന്നെ കാണാൻ വരികയും അങ്ങനെ അത് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. രജന എങ്ങനെ വന്നത്? സ്റ്റാലിൻ സാർ പറഞ്ഞ കണക്ക് തന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ നിന്നും എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിനകത്ത് എൻ്റർ ആകുന്നത്. അപ്പൊ ഈ പൊതുവെ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കൂടുതലും കേട്ടേക്കുന്നത് നെഗറ്റീവ്സ് ആണ് അല്ലെ? അവിടുന്ന് ഒരു പോസിറ്റീവായിട്ട് ഒരു സിനിമ. നമ്മളെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങുമ്പോൾ പലതും പല വഴിക്ക് ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ മൂവി, ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ വന്നെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രജൻ കൃഷ്ണ എന്ന് പറഞ്ഞ എൻ്റെ രജൻ ഭായിയാണ്. ഇദ്ദേഹം തന്ന ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതാണ്. പല ക്രൈസിസ് വരുമ്പോഴും കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഈ ക്രൈസിസ് എല്ലാം നല്ലൊരു വിജയത്തിനുള്ള ചവിട്ടുപടിയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പുറകെ കിടന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു നായകനാണ് എൻ്റെ ഉള്ളത്. അപ്പൊ അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പല ഘട്ടങ്ങളിലും തകർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന അവസരങ്ങളിൽ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഈ സിനിമ ഇപ്പൊ ഇവിടെ എത്തിക്കുന്നതിന്റെ മെയിൻ റീസൺ രജൻ കൃഷ്ണ എന്ന നായകൻ.